നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 15 തിങ്കളാഴ്ചയാണ്. ആദ്യം ഗ്ലോബൽ മാർക്കറ്റുകളിലേക്ക്. വെള്ളിയാഴ്ച ക്ലോസ് ചെയ്യുന്ന യൂറോപ്യൻ മാർക്കറ്റുകൾ പോസിറ്റീവിൽ തന്നെയാണ് ക്ലോസ് ചെയ്തത്. വെള്ളിയാഴ്ച യുഎസിൽ ബാങ്കിംഗ് ഇൻഡെക്സുകളാണ് വലിയ ഇടിവിലേക്ക് പോയത്. S&P ബാങ്കിംഗ് ഇൻഡെക്സ് 1.5% ഇടിഞ്ഞത്. പക്ഷേ സ്മോൾ ക്യാപ് മിഡ് ക്യാപ് സ്റ്റോക്കുകൾ വലിയ നേട്ടത്തിലാണ് ഇപ്പോൾ ഉള്ളത്. യുഎസിൽ നിന്ന് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നത് US മുൻ പ്രസിഡന്റ് ജോ ബൈഡന് നേരെ ഒരു വധശ്രമം ഉണ്ടായിരിക്കുന്നു. ഇത് വളരെ നിർഭാഗ്യകമായ ഒരു സംഭവം തന്നെയാണ്. യുഎസിലെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഇനി ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നാൽ ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ ഡാറ്റ പുറത്തു വന്നിരുന്നു. ഇൻഫ്ലേഷൻ ഉയർന്ന നിലയിൽ തന്നെയാണ് എന്നാണ് ഡാറ്റ കാണിക്കുന്നത്. കൂടാതെ ഒത്തിരിയേറെ പ്രധാനപ്പെട്ട കമ്പനികളുടെ റിസൾട്ടും ഇന്ന് പുറത്തു വരുന്നുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾ അവസാനം വരെയും കാണുക. വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകരുത്. ഇപ്പോൾ തന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ ഏറ്റവും ഹൈലൈറ്റ് ആയ വാർത്തകളിലേക്കാണ്. ആദ്യം ഡയറക്ട് ടാക്സ് കളക്ഷനിൽ വൻ വർധനവ് ഫിനാൻഷ്യൽ ഇയർ 2025 ഉണ്ടായിരിക്കുന്നു. ആ വാർത്തയിലേക്കാണ്. 2025 സാമ്പത്തിക വർഷത്തിൽ ഇതുവരെ ഡയറക്ട് ടാക്സ് 20% വർദ്ധിച്ച് 5.74 ലക്ഷം കോടി രൂപയായി. മൊത്തത്തിലുള്ള നികുതി പിരിവിൽ ഗണ്യമായ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. വർദ്ധിച്ച നികുതി പിരിവ് ജൂലൈ 23 അവതരിപ്പിക്കുന്ന ബഡ്ജറ്റിന് സർക്കാരിന് കൂടുതൽ സാമ്പത്തിക വഴക്കം നൽകുന്നു. ഒന്നാം പാദത്തിലെ മുൻകൂർ നികുതി പിരിവിലും നല്ല കുതിച്ചുചാട്ടം കാണുന്നുണ്ട്. ശക്തമായ നികുതി പിരിവ് കണക്കാക്കിയതിലും കൂടുതൽ ധനക്കമ്മി കുറയ്ക്കാൻ സർക്കാരിനെ സഹായിച്ചേക്കാം എന്നാണ് വാർത്തകൾ വരുന്നത്. മറ്റൊരു മുഖ്യമായ വാർത്തയുള്ളത് ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ ഡാറ്റ വെള്ളിയാഴ്ച പുറത്തു വന്നിരുന്നു. CPI അടിസ്ഥാനമാക്കിയുള്ള പണപ്പെരുപ്പം മെയ് മാസത്തിലെ 4.75% നിന്ന് ജൂണിൽ 5.08% ഉയർന്നത്. ബ്ലൂംബർഗ് ഫോർകാസ്റ്റ് ചെയ്തിരുന്നത് 4.8% പണപ്പെരുപ്പം എന്നതായിരുന്നു. എന്നാൽ അതിന് മുകളിലായിട്ടാണ് ഇപ്പോൾ ഡാറ്റ പുറത്തു വന്നത്. ഭക്ഷ്യപാനീയങ്ങളുടെ വില ജൂണിൽ 8.36% വർദ്ധിച്ചത്. മെയ് മാസത്തിൽ അത് വെറും 7.9% പച്ചക്കറി വിലയിലാണ് വലിയ കുതിച്ചുചാട്ടമുണ്ടായത്. 29.32% ഇപ്പോൾ പച്ചക്കറി വിലയുള്ളത്. മെയ് മാസത്തിൽ നിന്ന് ഏകദേശം 14% വർധനവാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ദുർബലമായ മൺസൂണും ചൂടും ഉഷ്ണതരംഗവും ഒക്കെയാണ് ഇപ്പോൾ പച്ചക്കറി വില ഇത്ര അധികം വർദ്ധിക്കാനുള്ള ഒരു കാരണമായത്. ഏതായാലും ഈ ഒരു വാർത്ത ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ്. അടുത്തതായി ഇപ്പോൾ പുറത്തു വന്ന പ്രധാനപ്പെട്ട കുറച്ച് കമ്പനികളുടെ റിസൾട്ടുകളിലേക്കാണ്. HCL ടെക്നോളജീസ് നെറ്റ് പ്രോഫിറ്റിൽ 6.8% വർധനവാണ് ക്വാർട്ടർ ടു ക്വാർട്ടർ കമ്പയർ ചെയ്യുമ്പോൾ വന്നിരിക്കുന്നത്. ഇപ്പോൾ നെറ്റ് പ്രോഫിറ്റ് ഉള്ളത് 4257 കോടി രൂപയിലാണ്. റവന്യൂവിൽ 1.6% ഇടിവാണ് വന്നിരിക്കുന്നത്. 28,057 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. എബിറ്റയിൽ 4.4% ഇടിവാണ് ക്വാർട്ടർ ടു ക്വാർട്ടറിൽ ഉണ്ടായിരിക്കുന്നത്. മാർജിൻ 17.1%. കഴിഞ്ഞ ക്വാർട്ടറിൽ 17.6% മാർജിനിലും ഒരു ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. ഡോളർ റവന്യൂവിലും കൺസ്റ്റന്റ് കറൻസി റവന്യൂവിലും ഒരു ഇടിവ് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇന്ററിം ഡിവിഡൻഡായി 12 രൂപയാണ് കമ്പനി പ്രഖ്യാപിച്ചത്. മറ്റൊരു റിസൾട്ട് വന്ന കമ്പനി അവന്യൂ സൂപ്പർ മാർട്ട്സ് ആയിരുന്നു, അഥവാ DMart. നെറ്റ് പ്രോഫിറ്റിൽ 17.5% വർധനവാണ് വന്നിരിക്കുന്നത്. ഇയർ ഓൺ ഇയറുമായി കമ്പയർ ചെയ്യുമ്പോഴാണ്. 774 കോടി രൂപയിലാണ് നെറ്റ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 18.6% വർധനവ് വന്നിരിക്കുന്നു. 14,069 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. എബിറ്റ 18% ഉയർന്നു. മറ്റൊരു റിസൾട്ട് വന്ന കമ്പനി IREDA ആണ്. നെറ്റ് പ്രോഫിറ്റിൽ വൻ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. 30.2% വർധനവാണ് വന്നിരിക്കുന്നത്. 383.7 കോടി രൂപയിലാണ് നെറ്റ് പ്രോഫിറ്റ് ഉള്ളത്. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ 37.6% വർധനവും വന്നിരിക്കുന്നു. അടുത്തത് പ്ലാസ്റ്റി ബെൻസ് ഇന്ത്യ. നെറ്റ് പ്രോഫിറ്റിൽ 41.8% വർധനവ് വന്നിരിക്കുന്നു. റവന്യൂവിൽ 8.1% വർധനവും. എബിറ്റ 24.3% വർധനവും. മാർജിൻ 7.7%. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 6.7% മാർജിൻ ഉണ്ടായിരുന്നത്. മറ്റൊരു റിസൾട്ട് വന്ന കമ്പനി ജിയോജിത് ഫിനാൻഷ്യൽ സർവീസസ് ആയിരുന്നു. നെറ്റ് പ്രോഫിറ്റിൽ 107.5% വർധനവാണ് വന്നിരിക്കുന്നത്. റവന്യൂവിൽ 56.2% വർധനവും വന്നിരിക്കുന്നു. അടുത്തത് RVNL ആണ്. സെൻട്രൽ റെയിൽവേയിൽ നിന്ന് 132.6 കോടി രൂപയുടെ ഒരു പ്രൊജക്ട് കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നു. അടുത്തത് ജൂപ്പിറ്റർ വാഗൻസ് ആണ്. 800 കോടി രൂപയുടെ ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെന്റ് കമ്പനി പൂർത്തീകരിച്ചു. 2800 കോടി രൂപയാണ് QIP വഴി കമ്പനി സമാഹരിച്ചത്. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ: ആദിത്യ ബിർള ഫാഷൻ ആൻഡ് റീറ്റെയിൽ, ബൽറാംപൂർ ചീനി മിൽസ്, ബന്ധൻ ബാങ്ക്, ചെമ്പൽ ഫെർട്ടിലൈസേഴ്സ്, GMR ഇൻഫ്ര, GNFC, IEX, ഇന്ത്യ സിമന്റ്സ്, ഇൻഡസ് ടവേഴ്സ്, PEL, RBL ബാങ്ക് എന്നിവയാണ്. ഇന്ന് ഫോക്കസിൽ ഉണ്ടാകുന്ന കമ്പനികളെ കുറിച്ചുള്ള കുറച്ച് വാർത്തകളാണ് നമ്മളിവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്.
ഇനി നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലൈവ് സെഷൻ ഉള്ളത് രാവിലെ 10:30 മുതൽ 3:30 വരെയാണ്. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് ട്രേഡ് ചെയ്യാൻ കഴിയുന്ന ഒരു അവസരമാണ്. അപ്പോൾ എല്ലാവരും അത് ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക. ഇനി നമ്മുടെ സ്റ്റുഡൻസിനായിട്ട് നമ്മുടെ എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ട് മുകളിൽ ഇവിടെ ഒരു വാട്സപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. ആ നമ്പറിൽ മെസ്സേജ് അയച്ചതിന് ശേഷം ഞങ്ങളുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നാൽ ഈ ആഴ്ച വളരെ പ്രധാനപ്പെട്ട ഒരു വീക്ക് തന്നെയാണ്. കാരണം ഒത്തിരിയേറെ ഇവൻസുകളും പ്രത്യേകിച്ച് റിസൾട്ടുകളും വരാനുണ്ട്. തിങ്കളാഴ്ച ജൂൺ 15 റിസൾട്ടുകൾ വരുന്ന കമ്പനികൾ HDFC അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി, HDFC ലൈഫ് ഇൻഷുറൻസ്, ജിയോ ഫിനാൻഷ്യൽ സർവീസസ് എന്നിവയാണ്. ചൊവ്വാഴ്ച ജൂലൈ 16 റിസൾട്ട് വരുന്ന കമ്പനികൾ ബജാജ് ഓട്ടോ, L&T ഫിനാൻസ്, നെറ്റ്വർക്ക് 18, TV18 ബ്രോഡ്കാസ്റ്റ്, ജസ്റ്റ് ഡയൽ എന്നിവയാണ്. ബുധനാഴ്ച ജൂലൈ 17 റിസൾട്ട് വരുന്നത് ഏഷ്യൻ പെയിൻറ്റ്സ്, LTI മൈൻട്രി എന്നിവയാണ്. പ്രത്യേകിച്ച് പെയിൻറ്റുകളുടെ വിലയൊക്കെ കൂട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏഷ്യൻ പെയിൻറ്റ്സ് എന്തായാലും ഫോക്കസിൽ ഈ ആഴ്ച ഉണ്ടായിരിക്കും. വ്യാഴാഴ്ച ജൂൺ 18 റിസൾട്ട് വരുന്നത് സിയറ്റ്, റിലയൻസ് ഇൻഡസ്ട്രിയൽ ഇൻഫ്ര, JSW ഇൻഫ്ര, LIC ഹൗസിംഗ് ഫിനാൻസ്, ഷോപ്പേഴ്സ് സ്റ്റോപ്പ്, L&T ടെക്നോളജി, ടാറ്റ ടെക്നോളജീസ്, മാസ്ടാക്, റാലിസ് ഇന്ത്യ എന്നിവയാണ്. വെള്ളിയാഴ്ച ജൂലൈ 19 റിസൾട്ട് വരുന്നത് റിലയൻസ് ഇൻഡസ്ട്രീസ്, അൾട്രാടെക് സിമെൻറ്റ്, ബിപ്രോ, ഭാരത് പെട്രോളിയം, ICICI ലംബോർഡ് ജനറൽ ഇൻഷുറൻസ്, JSW സ്റ്റീൽ, നിപ്പോൺ ലൈഫ് ഇന്ത്യ അസറ്റ് മാനേജ്മെൻറ്റ്, പതഞ്ജലി ഫുഡ്സ്, 197 കമ്മ്യൂണിക്കേഷൻസ് എന്നിവയാണ്. ശനിയാഴ്ച ജൂലൈ 20 HDFC ബാങ്ക്, കൊടാക് മഹീന്ദ്ര ബാങ്ക്, യെസ് ബാങ്ക് എന്നിവയുടെ റിസൾട്ട് വരും. അടുത്തതായി ഈ ആഴ്ചയിലെ പ്രധാനപ്പെട്ട ഇവൻസുകളിലേക്കാണ്. ജൂലൈ 15 തിങ്കളാഴ്ച ഇന്ത്യയുടെ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് ഡാറ്റ പുറത്തു വരും. ഇന്ത്യയുടെ എക്സ്പോർട്ട്സ് ഇമ്പോർട്ട്സ് ഡാറ്റ അന്നേ ദിവസം തന്നെയാണ്. കൂടാതെ ചൈനയിൽ നിന്നും GDP ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഡാറ്റ പുറത്തു വരും. US ഫെഡറൽ റിസർവ് ഒഫീഷ്യൽ കമൻസ് അന്നേ ദിവസം തന്നെയാണ്. അതുകൊണ്ട് വളരെ പ്രത്യേകതയുള്ള ഒരു ദിവസം തന്നെയാണ് തിങ്കളാഴ്ച. ജൂലൈ 16 ചൊവ്വാഴ്ച പുറത്തു വരുന്ന ഡാറ്റകൾ US റീറ്റെയിൽ സെയിൽസ് ഡാറ്റയാണ്. ബുധനാഴ്ച ജൂലൈ 17 ഇന്ത്യൻ മാർക്കറ്റ് ഒരു ഹോളിഡേ ആയിരിക്കും. മുഹറത്തോടനുബന്ധിച്ച് UK-യിൽ ഇൻഫ്ലേഷൻ ഡാറ്റയാണ് അന്ന് പുറത്തു വരുന്നത്. ജൂലൈ 18 വ്യാഴാഴ്ച യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷനാണ് ഉള്ളത്. വെള്ളിയാഴ്ച ജൂലൈ 19 പ്രത്യേകിച്ച് ഡാറ്റകളൊന്നുമില്ല. ഒത്തിരിയേറെ പ്രധാനപ്പെട്ട കമ്പനികളുടെയും അതുപോലെ ഇവൻസും ഉള്ള ഒരാഴ്ചയാണ്. അതുകൊണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ച് ട്രേഡ് ചെയ്യേണ്ട ഒരാഴ്ച തന്നെയാണ്. മാർക്കറ്റ് ഹൈലൈറ്റ്സിലേക്ക്. മാർക്കറ്റുകൾ വീണ്ടും റെക്കോർഡ് ഹൈസ് ടച്ച് ചെയ്തു. വെള്ളിയാഴ്ച പ്രീ മാർക്കറ്റിൽ നമ്മൾ പറഞ്ഞതുപോലെ IT സെക്ടർ ഫോക്കസിൽ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ IT സെക്ടറാണ് വെള്ളിയാഴ്ച നിഫ്റ്റിയെയും സെൻസെക്സിനെയും ലിഫ്റ്റ് ചെയ്തത്. സെക്ടറുകളിൽ ബാങ്കിങ് സെക്ടർ കഴിഞ്ഞാൽ പിന്നെ IT സെക്ടറിനാണ് കൂടുതൽ നിഫ്റ്റിയിൽ വെയിറ്റേജ് ഉള്ളത്. TCS, വിപ്രോ, ഇൻഫോസിസ്, HCL ടെക്, LTI മൈൻട്രി എന്നിവയാണ് നിഫ്റ്റിയിലെ ടോപ്പ് ഗെയിനേഴ്സ് ആയി മാറിയത്. നിഫ്റ്റി ബാങ്ക് ഇന്നലെ അണ്ടർ പെർഫോം ചെയ്തു. സ്റ്റോക്കുകളിലേക്ക് വന്നാൽ മോർഗൻ സ്റ്റാൻലി ടാർഗറ്റ് പ്രൈസ് ഉയർത്തിയതിനെ തുടർന്ന് ഓയിൽ ഇന്ത്യ 11% ഉയർന്നു. UBS അപ്ഗ്രേഡിനെ തുടർന്ന് ഫെഡറൽ ബാങ്ക് ഉയർന്നു. CSI, RVNL, IREDA, IRFC, IFCI, NFL, RCF എന്നിവ 13 മുതൽ 30% വരെയാണ് കഴിഞ്ഞ ആഴ്ച ഉയർന്നത്. ഏതായാലും സ്റ്റോക്കുകളൊക്കെ ഒരു ഗംഭീര പെർഫോമൻസ് തന്നെയായിരുന്നു കഴിഞ്ഞ ആഴ്ച കാഴ്ചവെച്ചത്. നിഫ്റ്റിയിലേക്ക് തുടർച്ചയായ ദിവസങ്ങളിലെ കൺസോൾട്ടേഷന് ശേഷം നിഫ്റ്റി ശക്തമായി തന്നെ ഉയർന്നു. 24,500 മുകളിലായി ക്ലോസ് ചെയ്യാനും സാധിച്ചു. ഒടുവിൽ നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത് 24,502 178 പോയിന്റ്സ് ഉയർന്നാണ്. 24,592 എന്ന ഓൾ ടൈം ഹൈ ആണ് വെള്ളിയാഴ്ച നിഫ്റ്റി ടച്ച് ചെയ്തത്. ഷോർട്ട് ടേം ട്രെൻഡ് ഇപ്പോഴും പോസിറ്റീവായി തന്നെയാണ് തുടരുന്നത്. ഇൻഡെക്സ് 24,600 മുതൽ 24,620 വരെയുള്ള സോൺ പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുണ്ട്. നിഫ്റ്റിയെ സംബന്ധിച്ച് ഈ ഒരു സോൺ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയ ഉയരങ്ങളിലേക്ക് എത്താനുള്ള സാധ്യതയുമുണ്ട്. ഇൻവെസ്റ്റേഴ്സ് ഇപ്പോൾ ബൈ ഓൺ ഡിപ്സ് ആണ് ചെയ്യുന്നത്. ഒരു ക്രൂഷ്യൽ സപ്പോർട്ടായി ഡൗൺ സൈഡിലുള്ളത് 24,170 ആണ്. ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ സൂചിപ്പിക്കുന്നത് ഒരു ബുള്ളിഷ് ട്രെൻഡ് തുടരും എന്ന് തന്നെയാണ്. കാരണം RSIയും MACDയും ഒക്കെ ഇപ്പോൾ പോസിറ്റീവിൽ തന്നെയാണ്. ഇപ്പോൾ നിഫ്റ്റിയിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്ന സ്ട്രൈക്കുകൾ കൂടി ഒന്ന് നോക്കാം. അതുവഴി നമുക്ക് സപ്പോർട്ടും റെസിസ്റ്റൻസും കൂടി ഒന്ന് അറിയാം. ആദ്യം കോൾ സൈഡിൽ മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്ന സ്ട്രൈക്ക് 25,000 ആണ്. അതിനുശേഷം 24,500, അതിനുശേഷം 25,500 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ള ആദ്യത്തെ സ്ട്രൈക്ക് 24,000, അതിനുശേഷം 24,400, അതിനുശേഷം 24,500 സ്ട്രൈക്കുമാണ്. വീക്ക്ലി ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 25,000, സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 24,400. ഡെയിലി ക്യാൻഡിൽ വലിയ അപ്പർ ലോവർ വിക്കോട് കൂടിയ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ തന്നെയാണ് ഡെയിലി ചാർട്ടിൽ ഫോം ആയിരിക്കുന്നത്. വീക്ക്ലിയിലും വലിയ അപ്പർ ലോവർ വിക്കോട് കൂടിയ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ തന്നെയാണുള്ളത്. അടുത്തത് ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങളാണ്.
24,500 എന്ന ATM സ്ട്രൈക്കിൽ 240% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ് തന്നെയാണ്. കോൾ സൈഡിൽ 36% വർധനവ് ഒരു ഷോർട്ട് ബിൽഡപ്പ് കാണാം. 24,450 സ്ട്രൈക്കിൽ 705% വർധനവ് പുട്ട് സൈഡിൽ ഒരു ലോങ് ബിൽഡപ്പ്. എന്നാൽ 32% മാത്രം വർധനവാണ് കോൾ സൈഡിലുള്ളത്. ഷോർട്ട് ബിൽഡപ്പ് മാത്രമാണ് ചെറുതായിട്ട്. 24,550 സ്ട്രൈക്കിൽ 1,353% വർധനവ് പുട്ട് സൈഡിൽ കാണാം. ലോങ് ബിൽഡപ്പ് തന്നെയാണ്. എന്നാൽ 128% മാത്രം വർധനവാണ് കോൾ സൈഡിലുള്ളത്. ചെറിയ ഒരു ഷോർട്ട് ബിൽഡപ്പ്. മാർക്കറ്റിനെ മുകളിലേക്ക് കൊണ്ടുപോകാൻ പുട്ട് സെല്ലേഴ്സ് നല്ല സ്ട്രോങ് ആയി തന്നെ നിൽക്കുന്നു എന്ന് കാണാം. ബാങ്ക് നിഫ്റ്റിയിലേക്ക് വെറും 8 പോയിന്റ്സ് മാത്രം ഉയർന്നാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. 10-ഡേ EMAയ്ക്ക് താഴെയായിട്ടാണ് ബാങ്ക് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത്. പക്ഷേ പ്രധാനപ്പെട്ട 52,000 സോണ് ഹോൾഡ് ചെയ്യാൻ സാധിച്ചു എന്നത് പോസിറ്റീവായിട്ട് തന്നെ കണക്കാക്കാം. ഇപ്പോഴും ബാങ്ക് നിഫ്റ്റി പോസിറ്റീവിൽ തന്നെയാണ്. സപ്പോർട്ടുള്ളത് 20 EMA ഉള്ള റേഞ്ചായ 51,915 ആണ്. ഈ ലെവൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്സൈഡിൽ 52,800 പ്രധാനപ്പെട്ട ഒരു ലെവൽ തന്നെയാണ്. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്ക് 54,000 കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം കോൾ സൈഡിൽ 52,500 സ്ട്രൈക്കിലും അതിനുശേഷം 53,000 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 52,500, അടുത്തത് 51,000 സ്ട്രൈക്കും അതിനുശേഷം 51,500 സ്ട്രൈക്കിലുമാണ്. വീക്ക്ലി ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 52,000-ഉം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 52,500-ഉമാണ്. ഇന്ത്യ വിക്സിലേക്ക് 13.72% ഇന്ത്യ വിക്സ് വെള്ളിയാഴ്ച 4,022 കോടി രൂപയ്ക്കാണ് ബൈ ചെയ്തത്. DIS ആവട്ടെ 1,651 കോടി രൂപയ്ക്ക് സെല്ല് ചെയ്തു. നല്ല ബൈയിങ് മോഡിൽ തന്നെയാണ് FIS ഉള്ളത് എന്ന് കാണാം. ജൂലൈ മാസത്തിൽ മാത്രം 10,718 കോടി രൂപയ്ക്ക് അവർ ബൈ ചെയ്ത് കഴിഞ്ഞു. DIS 5,005 കോടി രൂപയ്ക്കാണ് ഇതുവരെ ബൈ ചെയ്തിരിക്കുന്നത്. US മാർക്കറ്റിലേക്ക് നാസ്ഡാക്കും S&P 500-ഉം പുതിയ ഓൾ ടൈം ഹൈസ് ടച്ച് ചെയ്തു. പക്ഷേ വെള്ളിയാഴ്ച ക്ലോസ് ചെയ്യുന്നതിന് മുൻപ് ഇൻഡെക്സുകൾ ഇടിയുകയുണ്ടായി. ലോകത്തിലെ ഏറ്റവും വലിയ ബാങ്കുകളിലൊന്നായ JP മോർഗൻ ചേസിന്റെ ഷെയർ റിസൾട്ടുകൾക്ക് ശേഷം 1% മുകളിൽ ഇടിഞ്ഞു. ഇത് തന്നെയാണ് ബാങ്കിംഗ് സ്റ്റോക്കുകൾ ഇടിയാനുള്ള കാരണമായത്. വെൽസ് ഫാർഗോ ആയിരുന്നു മറ്റൊരു റിസൾട്ടുമായി വെള്ളിയാഴ്ച വന്നത്. 6% സ്റ്റോക്ക് ഇടിഞ്ഞത്. S&P ബാങ്ക് ഇൻഡെക്സ് 1.5% ഇടിവും നേരിട്ടു. അവിടെ വലിയ നേട്ടമുണ്ടാക്കിയത് സ്മോൾ ക്യാപ് റസൽ 2000 ആയിരുന്നു. തുടർച്ചയായ മൂന്നാമത്തെ ദിവസവും റാലി തുടരുന്നു. 1.1% ഉയർന്നത്. S&P 400 മിഡ് ക്യാപ് ഇൻഡെക്സ് 0.9% ഉയർന്നു. സ്മോൾ ക്യാപ് മിഡ് ക്യാപ് സെഗ്മെന്റുകൾ ഔട്ട് പെർഫോം ചെയ്യുന്നത് മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെ നല്ല കാര്യമാണ്. ടെസ്ലയാണ് പിന്നീട് വലിയ നേട്ടമുണ്ടാക്കിയ ഒരു സ്റ്റോക്ക്. 3% ഉയർന്നു. S&P 500 0.55% വെള്ളിയാഴ്ച ഉയർന്നത്. നാസ്ഡാക്ക് 0.63%, ഡൗ ജോൺസ് 0.62% ഉയർന്നു. ഇനി ഇപ്പോൾ US നിന്നും വന്നുകൊണ്ടിരിക്കുന്ന Q2 റിസൾട്ടുകളുടെ ഒരു വിദഗ്ധരുടെ ഒരു പ്രതീക്ഷകൾ കൂടി നോക്കാം. Q2 റിസൾട്ടുകളിൽ ടെക്നോളജി കമ്പനികളിൽ നിന്നുള്ള ശക്തമായ വളർച്ചയാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ റിയൽ എസ്റ്റേറ്റ്, വ്യാവസായിക മേഖലകൾ, മെറ്റീരിയലുകളിൽ നിന്നുള്ള വരുമാനം കുറയുന്നതും S&P 500 കമ്പനികളുടെ രണ്ടാം പാദ വരുമാനം 9.6% ഉയരുമെന്നാണ് വിദഗ്ധർ പ്രതീക്ഷിക്കുന്നത്. ഇന്ന് റിസൾട്ട് വരുന്ന പ്രധാനപ്പെട്ട ഒരു കമ്പനി ഗോൾഡ്മാൻ സാച്ചസ് ആണ്. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനത്തിലേക്കാണ്. ആദ്യം ബാങ്കിങ് സൈഡ് തന്നെ നോക്കാം. കാരണം US ബാങ്കുകൾ വലിയ ഇടിവിലേക്ക് പോയിരുന്നു. ICICI ബാങ്ക് 0.44% ഇടിഞ്ഞത്. HDFC ബാങ്ക് 0.20% നേട്ടവുമുണ്ടാക്കി. ടെക് സൈഡിൽ ഇൻഫോസിസ് 2.56% ഉയർന്നു. വിപ്രോ 3.54% ഉയർന്നത്. മേക്ക് മൈ ട്രിപ്പാണ് വലിയ നേട്ടമുണ്ടാക്കിയത്. 4.23% ഉയർന്നു. ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്ന US ഫ്യൂച്ചേഴ്സ് പോസിറ്റീവിൽ തന്നെയാണ്. ഡൗ ജോൺസ് 0.17% നേട്ടത്തിൽ, S&P 500 0.12% നേട്ടത്തിലും, റസൽ 2000 0.57% നേട്ടത്തിലുമാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. യൂറോപ്യൻ മാർക്കറ്റിലേക്ക് വീണ്ടും യൂറോപ്യൻ മാർക്കറ്റുകൾ വെള്ളിയാഴ്ച ഉയരുകയുണ്ടായി. UK മാർക്കറ്റ് FTSE 0.35% ഉയർന്നു. ജർമ്മൻ മാർക്കറ്റ് ഡാക്സ് 1.15% നേട്ടമുണ്ടാക്കി. ഫ്രാൻസ് മാർക്കറ്റ് CAC ആണ് വലിയ നേട്ടത്തിലേക്ക് പോയത്. 1.27% ഉയർന്നു. സ്റ്റോക്ക് 600 0.97% ഉയർന്നു. തുടർച്ചയായ മൂന്നാമത്തെ ദിവസമാണ് യൂറോപ്യൻ മാർക്കറ്റുകൾ പോസിറ്റീവിൽ ക്ലോസ് ചെയ്യുന്നത്. എറിക്സൺ വലിയ നേട്ടമുണ്ടാക്കിയതോടെ ടെലികോം സ്റ്റോക്കുകൾ അവിടെ 0.95% ഉയരുകയുണ്ടായി. ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ച യൂറോപ്യൻ മാർക്കറ്റുകൾ ജർമ്മൻ മാർക്കറ്റ് ഡാക്സ് 0.01% നേട്ടത്തിൽ, ഫ്രാൻസ് മാർക്കറ്റ് CAC 0.19% ഇടിവിലും, FTSE 0.04% ഇടിവിലും ട്രേഡ് ചെയ്യുന്നു. വെള്ളിയാഴ്ച ക്ലോസ് ചെയ്ത US മാർക്കറ്റുകളുടെ നേട്ടത്തിന് ശേഷം ഇന്ന് ഓപ്പൺ ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റുകൾ പോസിറ്റീവിലാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ചൈനയിൽ നിന്നും പ്രധാനപ്പെട്ട ഒരു എക്കണോമിക് ഡാറ്റ വരുന്നത് സെക്കൻഡ് ക്വാർട്ടർ GDP നമ്പേഴ്സാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ഡാറ്റ തന്നെയാണ്.
ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ച ഏഷ്യൻ മാർക്കറ്റുകളിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഉള്ളത് 24,609.50 എന്ന നിലയിലാണ്. 63.50 പോയിന്റ്സ് അപ്സൈഡിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 5 മിനിറ്റാണ്. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നമുക്ക് നിഫ്റ്റിയിൽ ഒരു 85 മുതൽ 95 പോയിന്റ്സിന്റെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. മറ്റ് ഏഷ്യൻ മാർക്കറ്റുകളിൽ കോസ്പി മാർക്കറ്റ് 0.17% ഇടിവിലാണ്. ഹോങ്കോങ് മാർക്കറ്റ് ഇപ്പോൾ 0.30% ഇടിവിൽ. തായ്വാൻ മാർക്കറ്റ് 0.23% നേട്ടത്തിൽ. സിംഗപ്പൂർ മാർക്കറ്റ് ഒരു മ്യൂട്ടഡ് അവസ്ഥയിലും ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നു. ഓയിൽ പ്രൈസുകളിലേക്ക്. ക്രൂഡ് ഓയിൽ ഫ്യൂച്ചേഴ്സ് വെള്ളിയാഴ്ച ഇടുകയുണ്ടായി. അടുത്തിടെ നടന്ന റാലിയുടെ വേഗത നഷ്ടപ്പെട്ടതിനാൽ 4 ആഴ്ച നീണ്ടുനിന്ന വിന്നിംഗ് സ്ട്രീക്ക് ഇതോടെ അവസാനിച്ചു. ബ്രന്റ് ഫ്യൂച്ചേഴ്സ് ഉള്ളത് $84.48 പെർ ബാരൽ എന്ന നിലയിലാണ്. 0.93% ഇടിവിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ബ്രന്റ് 85 താഴേക്ക് വന്നിരിക്കുന്നു. WTI ഉള്ളത് 80.46 എന്ന നിലയിൽ 0.69% ഇടിവിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകൾ ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, എക്കണോമിക് ടൈംസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്. അതൊന്നും ആരും ഒരു റെക്കമെൻഡേഷൻ ആയിട്ട് എടുക്കരുത്. എങ്കിൽ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. വീണ്ടും നാളെ കാണാം. ഏവർക്കും നന്ദി.